ഇതുവരെ ലോകത്ത് ആരോടും പറയാത്തൊരു അനുഭവം പറയാം. ഞാൻ 3 പിഞ്ചു കുഞ്ഞുങ്ങൾ എന്നിലുള്ള മാറ്റത്തിന് അവകാശം ബൈബിളാണ്. ഞാൻ അറിയാതെ ഇതിൽ പെട്ടു. ഞാൻ വെട്ടിയെന്ന് പറയുമ്പം അന്ന് വരെ ഞാൻ അലഞ്ഞുകൊണ്ട് ഇത് കാട്ടുകഴുതായിരുന്നു. അങ്ങനെ അന്ന് എൻ്റെ ചങ്കൊന്ന് അടയ്ക്കുന്നത്. ഞാനൊരു 2000-ൽ പകരം വായനകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ എന്നെ തെറി വിളിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടേഷൻ ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ജോസഫ് സമയം കിട്ടുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയും ആരാധനയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു യുവാവ്. ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ജോസഫിനെ കാണുന്നത്. ആദ്യം കാണുമ്പോൾ തന്നെ കയ്യിൽ ഒരു ചെറിയ ബൈബിളും കൊന്തയും ഉണ്ടായിരുന്നു. തിരക്ക് പിടിച്ച UK-ലെ ജീവിതത്തിനിടയിലും ബൈബിളും കൊന്തയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ ബലിപീഠത്തിനരികിലേക്ക് ഓടി അണയുന്ന ഈ മനുഷ്യന്റെ കയ്യിലാണ് ഈ പള്ളിയുടെ താക്കോൽ പോലും ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്താണ് ഈ മനുഷ്യനുള്ള പ്രത്യേകത അതറിയാൻ ഞാൻ അവിടേക്ക് ചെന്നു. ഞാൻ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ശുശ്രൂഷകളൊന്നും ഇല്ലാതിരുന്ന സമയമായിരുന്നിട്ട് പോലും സക്രാരിയിൽ ദൈവത്തോട് മൗനമായി പ്രാർത്ഥിച്ച് ഇറങ്ങി വരുന്ന ജോസഫിനെയാണ് കണ്ടത്. സുഹൃത്തുക്കളെ, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ജോസഫ് എന്ന് പറയുന്ന ഈ ഒരു സുഹൃത്തിനെയാണ്. തിരുകുടുംബത്തിന്റെ പരിപാലകനായ വിശുദ്ധ യോസേപ്പിതാവിന്റെ നാമം പേറി നടക്കുന്ന ഈ യുവാവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മളിന്ന് അറിയാൻ പോവുകയാണ്. ജോസഫിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട്. തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച്, ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, മറ്റുള്ളവരോട് അറിയാനുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. നമുക്ക് നേരെ ജോസഫിനിലേക്ക് കടക്കാം. നമുക്ക് കേൾക്കാം. ആദ്യം തന്നെ നമുക്ക് ജോസഫിനെ ഒന്ന് പരിചയപ്പെടാം. ജോസഫെ ഒന്ന് പരിചയപ്പെടുത്താവോ നമ്മുടെ പ്രേക്ഷകർ? തീർച്ചയായിട്ടും. പപ്പായ അമ്മയെല്ലാം ബാംഗ്ലൂരാണ് സെറ്റിൽഡ്, നാട്ടിൽ കോട്ടയം. അപ്പോൾ ഞാൻ വളർന്നതെല്ലാം വല്യമ്മച്ചിയുടെ കൂടെയായിരുന്നു. വല്യമ്മച്ചി മരിച്ചിട്ട് 5 വർഷമായി. സോ നാട്ടിൽ നമ്മുടെ ഒരു സെമിനാരി ഉണ്ട്, വടവാതൂർ സെമിനാരി, കോട്ടയത്ത്. സെമിനാരിയോട് തൊട്ട് ചേർന്നിരിക്കുന്ന ഒരു വീടാണ്. വീട്ടുപേര് കാഞ്ഞിരത്തുമൂട്ടിൽ. അമ്മച്ചിക്ക് 4 പിള്ളേരാണ്. ഏറ്റവും മൂത്ത ആളാണ് എൻ്റെ പപ്പ. പപ്പയുടെ ഞങ്ങൾ 2 പേരാണ്, ഞാനും എൻ്റെ അനിയത്തിയും. സോ ഇൻ ഷോർട്ട് അതാണ്. എനിക്ക് നല്ലൊരു കുട്ടിക്കാലം കിട്ടി. കാരണം വെച്ചാൽ എനിക്ക് അപ്പൻ്റെ അമ്മയുടെ ഒരു എമോഷണലി ഒരു ട്രോമ എനിക്കുണ്ടായിരുന്നു. അന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ഇതും വെച്ചിട്ട് അവള് അപ്പൻ്റെ അമ്മയുടെയും കൂടെ, ഞാൻ വല്യമ്മച്ചിയുടെ കൂടെ ആയിരുന്നു. അപ്പം അപ്പനും അമ്മയുടെ ആ ഒരു സാമീപ്യം എനിക്ക് നഷ്ടപ്പെട്ടെങ്കിലും അല്ല, ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പൊ അന്നത്തെ ഒരു കുടുംബ അവസ്ഥ അപ്പച്ചൻ കുഞ്ഞിലെ മരിച്ചു പോയതാ. അപ്പം അമ്മച്ചി ഒറ്റയ്ക്കായിരുന്നു. ഞാൻ അപ്പച്ചനെ കണ്ടിട്ടില്ല. അപ്പച്ചൻ്റെ പേരും ജോസഫായിരുന്നു. അപ്പച്ചൻ ഇതിൻ്റെ ഇടയിൽ എന്നാ പറയുക വെച്ചാൽ അപ്പച്ചൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. അമ്മച്ചി ഒരു മർത്തോമ്മക്കാരിയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് കുടുംബക്കാർ മൊത്തം മർത്തോമ്മക്കാരായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചു പോക്ക് എന്നിലൂടെ ഉണ്ടായത്. ഞാൻ സഭയിലോട്ട് 2018 വന്നത്. അപ്പോൾ അത് ഇടയാക്കിയത് വിശുദ്ധ ബൈബിളാണ്. അത് എന്നെ ആരും സംസാരിച്ചിട്ടില്ല അല്ലേ. ഓക്കെ, നമ്മൾ ബൈബിളിലേക്ക് എത്തുന്നതിനേക്കാളും മുൻപ് ജോസഫിന് ഒരു ബാഡ് ഹിസ്റ്ററി ഉണ്ടെന്ന് എന്നോട് പറയണ്ടേ? +2 വരെ ഞാൻ വലിയ കുഴപ്പമില്ലാതെ എൻ്റെ അങ്ങനെ പറയത്തക്ക രീതിയിലുള്ളൊരു അങ്ങനെ മോശപ്പെട്ട അനുഭവങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് പഠിച്ചത്. 8, 9, 10 ആ കാലഘട്ടം ഒരു കത്തോലിക്ക ഹോസ്റ്റലിലായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് +1ഉം +2 എന്നാൽ വീട്ടിൽ പോകാമെന്നുള്ള രീതിയിൽ ആ ഒരു ഡിസിഷനാണ് എൻ്റെ പാളിപ്പോയ ഒരു തീരുമാനം. അന്ന് പോയപ്പോൾ എൻ്റെ കിട്ടിയ കൂട്ടുകെട്ടുകൾ അങ്ങനെയായിരുന്നു. അപ്പോൾ പ്രായത്തിൻ്റെതായ രീതിയിൽ അപ്പോൾ നമ്മൾ സിഗരറ്റ് വലിക്കാനും ഈ കള്ളു കുടിക്കാനും ആ രീതിയിലെങ്കിൽ ഒരു ടീനേജ് ലൈഫ് അതെല്ലാം മാക്സിമം എൻജോയ് ചെയ്യുന്നു. എനിക്ക് പറ്റിപ്പോയെന്ന് വെച്ചാൽ എനിക്കൊരു ബാലൻസ് ഇല്ലാതായിപ്പോയി. ഇതിൽ പഠിത്തവും ഇതും ബാലൻസ് ചെയ്യാൻ പറ്റാതായിപ്പോയി. അപ്പം അന്നേരം പറ്റിയ ഒരു ഇതാണ്. അപ്പം പഠിത്തം ഞാൻ പറഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കുന്ന ആളായിരുന്നു. കാരണം വെച്ചാൽ 4ാം ക്ലാസ് വരെ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് പോലും ഇംഗ്ലീഷിൽ ഇപ്പോൾ എനിക്കാണേലും ഒരു ദൈവം അനുഗ്രഹിച്ച് ഒരു 8-10 ലാംഗ്വേജ് എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും എഴുതാനും വായിക്കാനും അറിയാം. ഞാൻ സംസാരിക്കുന്നതെല്ലാം. അപ്പം ലാംഗ്വേജ് നമ്മുടെ ഒരു ഇതായിരുന്നു. അപ്പം ഈ +2 തോറ്റ് കഴിഞ്ഞപ്പം എനിക്കെന്തോ പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. മാനസികമായിട്ട് എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റാതെ എന്തെങ്കിലും ജോലിക്ക് പോകാം, കോൾ സെൻറ്ററിൽ പോയി ജോലി ചെയ്യാനുള്ളൊരു മൈൻഡ്. അങ്ങനെ മൊത്തത്തിലൊന്ന്, അതായത് എനിക്ക് എന്നിൽ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരവസ്ഥ. പിന്നെ നമുക്ക് പറഞ്ഞു തരാനും അത് നേർവഴിക്ക് ഒരു ദിശ കാണിക്കാനും ആരും ഇല്ലായിരുന്നു. ഒരു പക്ഷേ നമ്മുടെ ഒരു വ്യക്തിത്വം അങ്ങനെ ആയിരുന്നായിരിക്കും, സ്റ്റബേൺ ആയിരുന്നു. അപ്പം ആര് പറഞ്ഞാലും കേൾക്കില്ല. അതൊരു പക്ഷേ 100% താന്തോന്നിയാണ്. അപ്പം എനിക്ക് ഞാൻ എൻ്റെ ജീവിതം മൊത്തം അതായിരുന്നു. ഇപ്പം എനിക്കിപ്പം 38 വയസ്സുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെ ഒരു ലൈഫ് പോകുമ്പോൾ ഇതിനൊക്കെ പണം എവിടെ നിന്ന് കണ്ടെത്തുന്നത്? പണം ഞാൻ ജോലി ചെയ്യുമായിരുന്നു. ഇപ്പം കണ്ടതെന്ന് ഇപ്പം എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇവിടെ UK-ലാണെങ്കിൽ പോലും
ഇപ്പോൾ ഞാൻ അടുത്തൊരു വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഡിസിഷൻ അവൈറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം പോലും ചുമ്മാ ഇരിക്കത്തില്ല. നമുക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ വഴിത്തിരിവുണ്ടായത്. ലോങ് സ്റ്റോറി ഷോർട്ട് ഞാൻ പറയണമെങ്കിൽ അതിൽ നിന്നും പിന്നെ എനിക്ക് മനസ്സിലാഗ്രഹമുണ്ട്, എനിക്ക് തിരിച്ചു വരണം, എൻ്റെ ലൈഫ് ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. പക്ഷെ എവിടെ തുടങ്ങണം? പക്ഷെ ആൾക്കാരോട് ഉപദേശം ചോദിക്കാൻ ഒരു നമ്മുടെ ഒരു എന്നാ പറയുന്നത് ഒരു ഈഗോ ആയിരിക്കും. ഒരു ഇപ്പോൾ ഉള്ള ന്യൂജൻ പിള്ളേർക്കുള്ള പോലെ തന്നെ ഒരു ഈഗോ ആയിരിക്കും ഒരു പക്ഷേ. മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് ബൈബിളിൽ ഒരു കൃത്യമായിട്ടൊരു വചനം, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് നമ്മൾ പലപ്പോഴും ചെയ്തു വരുന്നത്. അതെ അതെ. പിന്നെ എൻ്റെ ഹൃദയത്തിൽ ഉടക്കിയ ഒരു വചനം എന്ന് പറഞ്ഞാൽ മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ആ വചനം ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു പുതിയ ബൈക്ക് മേടിച്ചപ്പോൾ അതേ ഞാൻ എഴുതി വെച്ചു. ആ വചനം ആണ് എൻ്റെ ലൈഫ് ഒരു 180 ഡിഗ്രി കുലീനമായിട്ട് തിരിച്ചത്. അപ്പം അതൊന്ന് ഉടക്കി. പിന്നെ 4ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചപ്പം ഒരച്ഛൻ എനിക്കൊരു ബൈബിളും ഒരു കൊന്തയും തന്നു. അപ്പോൾ ഈ കൊന്തയും ബൈബിളും ഞാൻ തുറന്നു നോക്കിയിട്ടില്ല, എവിടെ പോയാലും ഇത് കൊണ്ടുപോകും. ഇപ്പോഴാണേലും എൻ്റെ ഈ പോക്കറ്റിൽ എപ്പോഴും ഈ ബൈബിളുണ്ട്. ഇത് പറഞ്ഞ ഈ ബൈബിളല്ല, അച്ഛൻ തന്ന ജോസഫ് എന്നാണ് അച്ഛൻ്റെ പേരും, കത്തോലിക്ക വൈദികനാണ്. എൻ്റെ അപ്പൻ്റെ പപ്പയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പുള്ളി തന്ന ബൈബിളാണ് ലൈഫ് മാറ്റിയത്. അപ്പം ഞാനൊരു 7 പ്രാവശ്യം ഒരു ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ വായിച്ചിട്ടുണ്ട്. ഈ 7 പ്രാവശ്യവും ഞാൻ അറിയാതെ രൂപാന്തരപ്പെട്ടെന്ന് പറയാം. ബൈബിൾ ആരും പറഞ്ഞിട്ടില്ല, ആരും ഉപദേശിച്ചിട്ടില്ല. എന്നിലുള്ള മാറ്റത്തിന് അവകാശം ബൈബിളാണ്. അതായത് ബൈബിൾ വായിക്കുന്നതോറും നമ്മളറിയാതെ തന്നെ ഒരു ശക്തി നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത് ആ മാറിയെന്ന് ഞാൻ അറിയുന്നത് നീ അങ്ങനെയല്ലല്ലോ എന്ന് കൂട്ടുകാരും എൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാർ പറയുമ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പം അത് ഞാൻ അറിയാതെ എന്നെ സംഭവിച്ച മാറ്റമാണ്. ഞാൻ സിഗരറ്റ് വലി ഒറ്റയടിക്ക് നിർത്തി, വേണ്ടെന്ന് വെച്ചു. അല്ലെങ്കിൽ കള്ളു കുടിക്കുന്ന അതും വിട്ടു. പക്ഷെ വീട്ടിലറിയില്ല. ഇത് ചിലപ്പോൾ ഇത് ഔട്ട് വരുമ്പോഴായിരിക്കും അറിയുന്നത്. ഫ്രണ്ട്സിനെ അറിയിക്കത്തില്ല. ഈ നാണക്കേട് കൊണ്ടാണോ? പലരും സാക്ഷ്യപ്പെടുത്താൻ മടിക്കുന്ന ഒരു മേഖലയാണ്. നമ്മളൊരു മദ്യപാനം നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിയെന്ന് നമ്മുടെ ഫ്രണ്ട്സ് വലയത്തോടും നമ്മുടെ ചുറ്റുവട്ടുള്ള ആളുകളോടും നമ്മൾ ആരൊക്കെ ബന്ധപ്പെടുന്ന അവരോടൊക്കെ പറഞ്ഞാൽ മാത്രമേ നമ്മൾ നിർത്തത്തുള്ളൂ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ നിർത്തും, നമ്മുടെ മനസ്സിലെ ആഗ്രഹം കൊണ്ട് നിർത്തും. പക്ഷേ വേറൊരു സാഹചര്യത്തിൽ ഫ്രണ്ട്സ് വിളിക്കുന്നു, അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും അവരാരും അറിഞ്ഞിട്ടില്ലല്ലോ, നമുക്ക് അങ്ങനെ വീണ്ടും ആ ടെൻഡൻസി വരും. അപ്പോൾ നമ്മൾ മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സുകളുടെ അടുത്താണ്. അവർ കളിയാക്കും, ഒറ്റപ്രാവശ്യം കളിയാക്കുള്ളൂ എന്നുള്ള കാര്യം തിരിച്ചറിയും. അപ്പം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ബൈബിൾ എന്തോ എനിക്ക് വായിക്കണമെന്നൊരു ഉൾപ്രേരണ വന്നു. അപ്പം ഞാൻ ഈ പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അത് എനിക്കതിന് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ പപ്പയുടെ അനിയൻ്റെ മോളാണ്. പുള്ളിക്കാരി മനോരമയിലാണ് ജോലി ചെയ്യുന്നത്. പുള്ളിക്കാരി എനിക്ക് എപ്പോഴും പുസ്തകങ്ങൾ അയച്ചു തരും, ഈ ഡൈജസ്റ്റ് ആയിട്ടും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഫോണിൽ സംസാരിക്കില്ല, കണ്ടാ കീരിയും പാമ്പുമാണ്, പക്ഷേ എഴുത്തുകൾ എഴുതുമായിരുന്നു. അപ്പം അതെന്നെ കുറേ സ്വാധീനിച്ചു. പിന്നെ എനിക്ക് എന്തുകൊണ്ടോ ഈ ബൈബിൾ വായിക്കണം എന്നുള്ള ഉള്ളിലൊരു പ്രേരണ വന്നിട്ട് ഞാൻ വായിച്ചു തുടങ്ങി. തനിയെ ആരും പറഞ്ഞിട്ടില്ല, ആരും ഉപദേശിച്ചിട്ടുമില്ല. അങ്ങനെ വായിച്ചു തുടങ്ങിയതാണ്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പുതിയ നിയമം മൊത്തം ഞാൻ നോക്കി എഴുതി. അതൊരു പ്രിൻ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ഇടവകയിലുണ്ട്, ലൈബ്രറിയിൽ വെച്ചിട്ടുണ്ട്. ഏതാണ് ഇടവക? സെൻറ്റ് മേരീസ് ഇടവക, കോട്ടയം. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേന്ന് പറഞ്ഞാൽ അതുവരെയുള്ള ഞാനും അതിനു മുമ്പും അതിന് ശേഷവും എനിക്ക് വേർതിരിക്കാൻ പറ്റും. മാറ്റം തുടങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് ബൈബിൾ വായിച്ചു തുടങ്ങിയോ അന്ന് പടിപടിയായിട്ട് മാറി. അത് ഒരു ഇൻസിഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സ്വാധീനം ചെലുത്തിയ ആളുകൾ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ പുരോഹിതൻ ഫാദർ ജോസഫ് എന്ന് പറഞ്ഞ ആ പുരോഹിതനാണ്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ബൈബിളും കൊന്തേന്ന് ആ കൊന്തയും ബൈബിളും കാരണമാണ് ചിലപ്പം ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്നു പറയാൻ കാരണം ആ കൂട്ടുകെട്ടുകൾ അങ്ങനെയായിരുന്നു. അല്ല, ഇപ്പോൾ സാധാരണ ഇതിലിപ്പോൾ ടീനേജൊക്കെ ഒരു മദ്യപാനം പൗലി എന്ന് പറഞ്ഞ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നില്ലല്ലോ. എക്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടേഷൻ ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ യൂത്തുകൾ പക്ഷേ അവർക്ക് ഡൈജസ്റ്റ് ആകില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ. അത് ഫാക്ച്വൽ ആണെങ്കിലും, കാരണം വെച്ചാൽ ഈ നമ്മുടെ ബെന്യാമിൻ്റെ ഒരു അടിയോത്തി പറയുന്ന പോലെ നമ്മൾ ജീവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്. പറയുമ്പോൾ ഒരു കെട്ടുകഥകൾ പോലെ തോന്നാതിരിക്കാം ഒരു പക്ഷേ, എങ്കിലും ഞാൻ ജീവിച്ച തീർത്ത ജീവിതമാണ്. അപ്പം ഒരിക്കലും എനിക്ക് ചിലപ്പം എൻ്റെ വല്യമ്മയുടെ പ്രാർത്ഥനയായിരിക്കാം. കൊട്ടേഷൻ ആ ഒരു മേഖലയിൽ എന്തൊക്കെയാണ് ചെയ്തായിരുന്നു? അത് പറഞ്ഞാൽ പേരുകൾ ഞാൻ കൂടെ ഉള്ള കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലപോലെ വണ്ടി ഓടിക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂട്ടുകാർ കൂടി എപ്പം പോയാലും ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അതിപ്പം കാറാണേലും ബൈക്കാണേലും.
അപ്പം അങ്ങനെ എൻ്റെ കൂട്ടുകാർ ഇപ്പം അവിടെ ഉള്ളൊരു ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ മകൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അവൻ്റെ സുഹൃത്ത് വലയങ്ങളിലുള്ള കുറേ കൊട്ടേഷൻ ടീമുണ്ടായിരുന്നു. ഞാൻ അറിയാതെ ഇതിൽ പെട്ടു. പക്ഷേ എനിക്കതിന് തല ഊരി പോരാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ പോകുന്നില്ലെന്ന് വെച്ചാൽ ഇവന്മാർ വന്ന് വിളിച്ചുകൊണ്ട് പോകും. എന്നെ അവിടെ കണ്ടു കഴിഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ പലതിനോടും എനിക്ക് വ്യക്തിപരമായിട്ടും എനിക്ക് മാനസികമായിട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നെങ്കിൽ പോലും എനിക്ക് നോ പറയാനുള്ള ഒരു തൻ്റെ ഇടമില്ലായിരുന്നു. ഒരു പക്ഷേ അത് ചിലപ്പോൾ ഒരു ഹിപ്പോക്രസി ആയിരിക്കാം. അത് അങ്ങനെ പെട്ടുപോയി. അത് ഞാൻ ഊരാൻ പറ്റാത്ത അവസ്ഥയായി. ഇവർ വിളിക്കുമ്പം പോകണം. ആ ഒരു ഭയങ്കര കമ്പല്ലിങ് ആയിരുന്നു. അന്ന് അവിടുന്ന് ഒളിച്ചോടിയതാണ് നാട്ടിലേക്ക്, വല്യമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് എന്തടി കിട്ടിയാലും നമ്മുടെ ഒരു കവചം എന്ന് പറയുന്ന വല്യമ്മച്ചിയുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ്. അപ്പം ആ വല്യമ്മച്ചിയുടെ അടുത്ത് പോവും. അവിടുന്ന് പിന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് പോയിട്ടില്ല. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനി വിട്ട വഴിയിൽ ആ ദൂർത്തുപുത്രൻ്റെ അതേ അവസ്ഥയായിരുന്നു. പന്നിക്കുഴിയുടെ ആ അവസ്ഥയെ വന്നിട്ട് വേറെ ആരും ഇല്ല. ചുറ്റിലെല്ലാവരും ഉണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരിയുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, കസിൻസ് എല്ലാം ഉണ്ട്. എല്ലാവർക്കും നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ശൂന്യതയുണ്ട്. അത് നമ്മളോട് ആരോടും പറയാൻ വയ്യില്ല. നമുക്ക് കരയണമെന്ന് തോന്നും, പക്ഷെ കരയാനുള്ളൊരു മനസ്സനുവദിക്കുന്നില്ല, എളുപ്പപ്പെടാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ കരഞ്ഞ കാല് പിടിച്ചത് അൾത്താരയുടെ ഫ്രണ്ടിൽ വന്ന് ബൈബിൾ എടുത്തു. അപ്പം ദൈവത്തിൻ്റെ കരുണ, ആ കരുണയിൽ നിന്ന് ബൈബിൾ വായിക്കും തോറും ദൈവത്തിൻ്റെ കരുണ ഒഴുകാൻ തുടങ്ങി. തീർച്ചയായിട്ടും ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു മാറ്റം അനിവാര്യമാണെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങി. അപ്പം നമുക്ക് അറിവുണ്ടായിരുന്നു, തിരിച്ചറിവുണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ അതിൽ നിന്ന് ഒരു വിടുതലില്ലായിരുന്നു. ആ വിടുതൽ സംഭവിച്ച ഒരു ഡെലിവറൻസ് സംഭവിച്ച ബൈബിൾ 7 പ്രാവശ്യം മൊത്തം വായിച്ചു തീർന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു. ബൈബിൾ വായിക്കുമ്പോൾ പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്, ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു അനുഭവം അല്ലെങ്കിൽ ഒരു ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഹീലിംഗ് ഒക്കെ കിട്ടിയ കാര്യങ്ങളൊക്കെ പലപ്പോഴും പലരും പറയുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ജോസഫിന്? ഒന്നല്ല, ഒത്തിരി ഉണ്ട്. 2 അനുഭവം ഞാൻ പറയാം. ഒന്ന് എനിക്കൊരിക്കലും മറക്കാൻ, ഞാനിത് ഇതുവരെ ലോകത്ത് ആരോടും പറയാത്തൊരു അനുഭവം പറയാം. ഞാൻ പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്, UK വന്നത്. 2016 ഡിസംബറിലാണ് വന്നത്. അപ്പം ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പള്ളി, കത്തീഡ്രൽ പള്ളിയുണ്ട്, സെൻറ്റ് മേരീസ് കത്തീഡ്രൽ എഡിൻബർഗിലെ സ്കോട്ട്ലൻഡിലെ ഒരു പള്ളിയാണ്. ആ ഇടവപ്പള്ളിയിൽ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ച ദിവസം ഞാൻ നോമ്പെടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുർബാന മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. ഒന്ന് പച്ചവെള്ളവും കുർബാനയും മാത്രം. പച്ചവെള്ളം കുർബാന സ്വീകരിക്കുന്ന പറഞ്ഞാൽ വേറെ ഭക്ഷണം ഒന്നും കഴിക്കില്ല? ഇല്ലില്ല. എത്ര ദിവസം? വെള്ളിയാഴ്ച ദിവസം മാത്രം. ഒരു 10-13 വർഷത്തോളം അങ്ങനെയായിരുന്നു. 10-13 വർഷത്തോളം എല്ലാ വെള്ളിയാഴ്ചകളും അങ്ങനെയാണ്. അതായത് ഫുൾ 24 മണിക്കൂർ. പിന്നെ ഈ ബൈബിൾ ഏത് സമയത്തും അങ്ങനെയാണ്. 6 മാസം ഫോണും എല്ലാം മാറ്റി വെച്ചിട്ടാണ് ചെയ്തത്. അതായത് ഫോൺ ഉപയോഗിച്ചിട്ടേ ഇല്ല. 6 മാസം ബൈബിൾ എഴുതാൻ വേണ്ടി ഒരുങ്ങിയതോ അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴോ? എഴുതിയപ്പം അതിനുള്ള ഒരുക്കം. കാരണം വെച്ചാൽ എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒരു എഴുതാനുള്ള തീരുമാനം ഒരു ആവേശത്തിലെടുത്ത തീരുമാനം. എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ എളുപ്പമല്ല. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതിന് കൂടെ ഞാൻ ജോസഫ് ഒരു കാര്യം ചേർത്ത് വയ്ക്കണം. ഞാനിപ്പം നമ്മുടെ ചാനലിൽ ബൈബിൾ വായിക്കുന്ന ഒരു ഇതാണ്, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുക. അത് ജസ്റ്റ് വായിച്ച് പോകാൻ വളരെ എളുപ്പമാണെന്നുള്ള രീതിയിൽ ഞാനും തുടങ്ങി. പക്ഷേ അത് വായിച്ചു തുടങ്ങിയപ്പോഴാണ് പല പല പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ. ഇപ്പോഴും എനിക്കത് കണ്ടിന്യൂറ്റിയോടുകൂടി ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എങ്കിലും കൊണ്ടുപോകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ സാത്താൻ്റെ ഒരു പ്രലോഭനോ അല്ലെങ്കിൽ ഒരു പ്രതിബന്ധങ്ങളൊക്കെ ആയിരിക്കാം, അല്ലേ? ആയിരിക്കാം. അത് തീർച്ചയായിട്ടും അതെ. കാരണം വെച്ചാൽ എന്നാ പറയുന്നത്, ഇപ്പം നമ്മളൊരു നല്ല ഇതിലേക്ക് വരുമ്പോഴേ, ഇപ്പം സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തിൻ്റെ പൂർണ്ണതകൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു വിടുതലുണ്ട്. അങ്ങനെ തടസ്സങ്ങളും ഉണ്ടാകും. പക്ഷെ ഞാനിത് ഈ ബൈബിള് എഴുതാൻ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞത് അതൊരു അപാര തീരുമാനമായിരുന്നു. അന്ന് വരെ ഞാൻ എല്ലാ ദിവസവും എൻ്റെ അമ്മയെ ഫോണിൽ വിളിക്കും, സംസാരിക്കും. ഫോൺ മാറ്റി വെച്ചിട്ട് അപ്പനോട് മാത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യുക. കാരണം വെച്ചാൽ അന്നേരം പറയാനുള്ള ധൈര്യമില്ല, തീർക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഞാൻ അന്ന് കൊച്ചിയിലൊരു ഹോട്ടലിൽ ട്രെയിനിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക 1 വർഷം. അപ്പോൾ എനിക്ക് 10-12 മണിക്കൂർ ഷിഫ്റ്റാണ്. രാവിലെ 6 മണിക്ക് പോയാൽ വൈകിട്ട് 6 മണിക്ക് വരും. 6 മണിക്ക് വന്ന് കുളിച്ചിട്ട് പിന്നെ ഒരു 4 മണിക്കൂർ ഇരിക്കും. 12 മണിക്ക് കിടന്നാൽ പിന്നെ 6 മണിക്കൂർ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 6 മാസം കൊണ്ടാണ് ഈ ബൈബിൾ എഴുതി തീർത്തത്. ഫുള്ള് പഴയ നിയമം, പുതിയ നിയമം അല്ല, പുതിയ നിയമം മാത്രം. മത്തായി തൊട്ട് വെളിപാട് വരെ. അതൊരു 700 പേജോളം വന്നു, A4 ഷീറ്റ്. പക്ഷേ 700 പേജ് ആക്ച്വൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു 2000 പേജ് ഞാൻ വെട്ടിക്കളഞ്ഞു, എഴുതി വെട്ടിക്കളഞ്ഞു. ആ തിരുത്തത് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതൊരു നല്ലൊരു, അതായത് ജീവിതത്തിലൊരു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു അനുഭവം. ഏതെങ്കിലും വചനത്തിന് അന്ന് വരെ കേൾക്കാത്ത ഒരു വ്യാഖ്യാനം ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു പ്രേരണയുണ്ട്. നമ്മൾ ഈ ഓരോ പ്രാവശ്യവും ഇത് വരുമ്പോഴും ഇത് നമ്മുടെ ഉള്ളിൽ പതിയുക, ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. ശരിക്കും ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആ സമയത്ത്, ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിൻ്റെ കണ്ണുകളിലൂടെ ഒരു പുസ്തകം കൂടെ വായിക്കാനിടയായി. അപ്പം ഈ പറയുന്ന ഇപ്പം നമ്മൾ ചേട്ടനെ കണ്ടുമുട്ടിയതും ഈ സംസാരിക്കുന്നതെല്ലാം എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ദൈവം ആഗ്രഹിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഈ സംസാരിക്കുമ്പോഴും ആദ്യം ദൈവത്തോട് നന്ദി പറഞ്ഞ്, കാരണം വെച്ചാൽ ദൈവത്തോടില്ല എല്ലാം സംഭവിക്കുന്നത്. അത് വേറൊരു രീതി പറയണമെങ്കിൽ ഇപ്പം നമ്മളൊരു ഒരു കോഫി കുടിക്കുവാണ്, ഒരു അരിമണി എടുക്കുവാണ്. അപ്പം ആ പുസ്തകത്തിന് പറഞ്ഞേക്കുന്നത് വെച്ചാൽ ആ വിതച്ച നിലം, ആ വിതക്കാരൻ, അതുണ്ടായത്, അത് ഉണ്ടാകാൻ അനുഭവിച്ച ദൈവം, അത് എത്രയോ പ്രോസസ്സിലൂടെ കടന്നുപോയി നിൻ്റെ മുമ്പിൽ ഒരു പാത്രത്തിൽ വന്നിരിക്കാൻ അതിനൊരു ഇടയാക്കിയ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. ആ പ്രോസസ്സിലൂടെ നമുക്ക് കടന്നു പോകണം. ഇപ്പം ഞാൻ നോക്കുമ്പോഴും എൻ്റെ ജീവിതം അതുപോലെ തന്നെയാണ്. ഇപ്പം പെട്ടെന്ന് ഒരാൾ ചോദിച്ചു ബൈബിളിൽ നിന്ന് ഒരു വചനം പറയൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു വചനം എന്ന് പറയാൻ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സെക്കറിയ 2:5 അതൊരു അപാര വചനമാണ്. അപാര വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കറിയയോട് ദൈവം പറയുന്നൊരു വചനമാണ്. അത് പറയുന്നത് എങ്ങനെയാണ്? അതായത് നിൻ്റെ ഉള്ളിലെ മഹത്വം ഞാനായിരിക്കും, നിൻ്റെ ചുറ്റിലും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടും. ആ വചനം എനിക്ക് തരുന്ന ഒരു എന്നാ പറയുന്നത്, ഒരു കുർബാന സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ അനുഭവമാണ് ആ വചനം വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. സെക്കറിയ 2:5, സെക്കറിയ 9:8. 9:8 എന്താണ്? 9:8 എന്ന് പറഞ്ഞാൽ ആരും കയറി ഇറങ്ങാൻ പറ്റാത്ത വിധം എൻ്റെ ഭവനത്തിന് ചുറ്റും ഞാൻ കോട്ട കെട്ടി കാവൽ നിൽക്കും. അപ്പം ഇങ്ങനത്തെ കുറേ വചനം, 1-2 അല്ല, വചനങ്ങൾ പറയാനാണ് ഒരു 150 ബൈബിളിലെ എല്ലാ വചനങ്ങളും. മത്തായി 6:33 അൾട്ടിമേറ്റ് വചനം. ഇനി അധ്യായം പറയുകയാണെങ്കിൽ സങ്കീർത്തനം 91 സങ്കീർത്തനം. കാരണം വെച്ചാൽ രാവിലെ കുഞ്ഞിലേ തൊട്ട് രാവിലെ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം അമ്മച്ചി സങ്കീർത്തനം പാടും. അത് മത്തായി 6:33. ഏതാണ്? അത് ആ വചനം പറയുന്നത് നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പേര് കളിയാക്കാം. തീർച്ചയായിട്ടും കളിയാക്കലുകൾ കാണുമ്പോൾ ഞാനിപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലരും എന്നെ വിളിച്ച് കളിയാക്കുന്നുണ്ട്. നിനക്ക് വേറൊരു പണിയിൽ, നിനക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിനക്ക് ഇതിനേക്കാളും ബെനിഫിറ്റ് ഇല്ലേ, ഇത് കണ്ടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുക, ഈ ദിവസങ്ങളിൽ നമ്മൾ ക്രിസ്തുവിനെ ഏറ്റ പീഡാസഹനങ്ങളാണ്. മുൾച്ചാട്ട വെച്ചിട്ട് അടിക്കുമ്പോൾ മാംസം ഇങ്ങനെ തെറിച്ചു പോകുന്ന, അതെന്നെ വല്ലാതെ പിടിച്ചുലച്ചിട്ടുള്ള ഒരു സീനാണ്. കാരണം അത്രയല്ല, അതിൻ്റെ ഒരു അംശം പോലും ഞാൻ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതിന് അഭിമുഖീകരിക്കുന്നില്ല. അപ്പോൾ പിന്നെ പറയുന്നവർ പറഞ്ഞോട്ടെ അല്ലേ. നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഈ മാർഗം ഒരുപാട് വൈകി. ഞാൻ ഈ ബൈബിൾ നമ്മൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് എന്താണ്, ക്രിസ്ത്യാനി എന്താണ്, അല്ലെങ്കിൽ മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ വൈകി. മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ പറയുന്നതൊന്നും എനിക്കൊരു വിഷയമേ അല്ലാതായി. ഉറവയാണിത്, ഈ സാധനം ഉറവയെന്ന് വിളിച്ചാലും കൂടി വരും. അതാണ് ഡിഫറൻസ്. ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ, ആൾക്കാർ എന്തും മനസ്സിലാക്കിക്കോട്ടെ. ഇപ്പം പിതാവായ ദൈവം അവനെ എന്നെ തെറി വിളിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പം എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കുക തന്നെ ചെയ്യണം. നമ്മളെല്ലാ രീതിയിലും പെർഫെക്റ്റ് അല്ല, ഒരിക്കലും അല്ല. അപ്പം തെറ്റ് പറ്റുമ്പം അത് ഏറ്റു പറയാനുള്ളൊരു മനസ്സുണ്ട്, തിരുത്താനുള്ളൊരു മനസ്സുണ്ട്. അപ്പം ഞാൻ എന്നെ വിശേഷിപ്പിക്കുന്നത് ഞാൻ നല്ല കള്ളനാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് വരുമെന്ന് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരും. എല്ലാ ദിവസവും. അത് വർഷങ്ങളായിട്ടുള്ള നമ്മൾ ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. ആത്മീയതയിൽ മാത്രമായിട്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കണം, മനുഷ്യനാണ്, പാർപ്പിടം വേണം, വസ്ത്രം വേണം, ഇതിനൊക്കെ നമുക്ക് പണം വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ദൈവം ക്രമപ്പെടുത്തിയത്? ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ അതേ വചനമാണ് എനിക്ക് പിന്നെയും പറയാനുള്ളത്. മത്തായി 6:33. ഞാൻ ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിൽക്കുമ്പം ദൈവം ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ക്രമീകരിച്ച് തരുന്നുണ്ട്. UK വന്നിട്ട് എത്രയാണ്? UK ഞാൻ 2016 സ്റ്റുഡൻ്റായിട്ട് വന്നതാണ്. ഇപ്പം നിലവിൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സ്കിൽഡ് വർക്കർ വിസയിലായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസിഷൻ അവൈറ്റിംഗ് ആണ്. ഇവിടെ വെച്ചാണോ കല്യാണം? നാട്ടിലായിരുന്നു, പാറേപ്പള്ളിയിൽ. പുള്ളിക്കാരി പ്രൊഫസറായിരുന്നു. 2021 കല്യാണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്? പ്രാർത്ഥനാ ജീവിതം മെയിനായിട്ടും
എന്നുവെച്ചാൽ കുർബാനയാണ്. കുർബാനയ്ക്ക് ഇപ്പോ ജോസഫ് ഫാമിലിയും കൂടെ വരാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പം കുഞ്ഞ് അവനുണ്ടായപ്പോൾ ഒരു 1.5 മാസം പ്രിമച്യൂർ ആയിരുന്നു. അപ്പം അവൻ അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇടയിൽ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അതിന് ഞാൻ പുസ്തകത്തിന് ഇട്ടേക്കുന്ന പേര് എൻ്റെ പ്രേമലേഖനം, മൈ ലവ് സ്റ്റോറി 2018 എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പം അതിന് ഞാൻ എൻ്റെ ഈ എഴുത്തുനാമം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം കഴുതേന. അത് ഞാൻ മനഃപൂർവ്വം തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ സ്വന്തം കഴുത. ദൈവത്തിന്റെ സ്വന്തം. അത് എൻ്റെ ഇമെയിൽ ഐ ഡി അതാ. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഇടാൻ? എൻ്റെ ഇമെയിൽ ഐ ഡി godsondonkey@gmail.com. എല്ലാവരും എന്നോട് ഈ പേഴ്സണൽ ഇമെയിൽ കൊടുക്കുമ്പോൾ എല്ലാവരും ചിരിക്കും, ഇതെന്തുവാടെ godsondonkey@gmail.com. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈശോ ഈ 33 വയസ്സുകാലം ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിലും പല കഴുതകളുണ്ടായിരുന്നു. തിരഞ്ഞെടുത്തെടുത്ത് ഒരു കഴുതയ്ക്ക് എന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതം. അപ്പം ഞാൻ എല്ലാവരും അങ്ങനെയൊന്നല്ല. അപ്പം എൻ്റെ വ്യക്തിപരമായിട്ട് എന്നെ ദൈവം സ്പർശിച്ചപ്പം ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്നൊരു ലോഡുണ്ടായിരുന്നു. ഇത് എവിടെ ഇറക്കി വെക്കാൻ എനിക്ക് എവിടെ സ്ഥലം കിട്ടിയിട്ടില്ല. അതാണ് കിട്ടിയ സ്ഥലമാണ് അൽത്താര. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം ഞാൻ പൊട്ടനാന്ന് എനിക്ക് മനസ്സിലായി. അത് അംഗീകരിക്കുന്നതിന് എനിക്ക് മടിയില്ല. അത് എളിമ കൊണ്ടൊന്നും അല്ല കേട്ടോ, എളിമ കൊണ്ടും അല്ല. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവാനുഭവങ്ങളിൽ എനിക്ക് കിട്ടിയ ഒരു കൺവിക്ഷനാണത്. ഓശാന നാളില് യേശു പുറത്ത് കയറി സഞ്ചരിക്കാൻ തെരഞ്ഞെടുത്ത് കഴുതിയ. അതെ. അപ്പം ആർക്കും വേണ്ടാതെ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ലാത്ത ഒരു ജീവിയെ, ഏതെല്ലാം ജീവികൾ ഈ ലോകത്തുണ്ടായിരുന്നു, കഴുതയെ മാത്രം തെരഞ്ഞെടുത്തു. യേശു പുറത്ത് കയറി കഴിഞ്ഞപ്പോൾ ആ കഴുതയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറി. അതുവരെ കാണാതിരുന്ന, മൈൻഡ് ചെയ്യാതിരുന്ന, അവഗണിച്ച ഒരു ജീവി അന്നത്തെ ദിവസം ആ ജീവിയുടെ ഒരു സെറ്റപ്പ് നോക്കിയാൽ എങ്ങനെയായിരുന്നു? രാജവീതികൾ ഒരുങ്ങുന്നു, ഒലിവ് ചില്ലകൾ നിരത്തുന്നു. അല്ല, ഞാൻ പറയുന്നു. അപ്പം അത് എപ്പോഴാണ് ആ കഴുതയ്ക്ക് മഹത്വം വന്നത്? തൻ്റെ പുറത്ത് കർത്താവ് വന്നിരുന്നപ്പോഴാണ് എന്ന് പറഞ്ഞ പോലെയാണ്. ഞാനിപ്പോൾ ആ ഒരു ഇതിലേക്ക് രണ്ടും ലിങ്ക് ചെയ്യുമ്പോൾ സ്വയം ഞാൻ യേശുവിൻ്റെ കഴുതയാണെന്ന് പറയുമ്പോൾ തൻ്റെ പുറത്ത് യേശു ഉണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ്. ആ ബോധ്യത്തോടുകൂടി ഇപ്പോൾ മറ്റെല്ലാവരേക്കാളും മഹത്വമാണ് നമ്മുടെ ജീവിതം. അതെ. ഈ വചനം എന്നെ സ്പർശിച്ചപ്പം അന്ന് വരെ ഞാൻ അലഞ്ഞുകൊണ്ട് ഇത് കാട്ടുകഴുതയായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ വചനം കയ്യിലെടുക്കുന്നിടം വരെ ഞാനൊരു കാട്ടുകഴുതയായിരുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സ്വന്തം കഴുതയായി. അത്രേ ഉള്ളൂ. പിന്നെ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് പിന്നെ തീർച്ചയായിട്ടും ചേർക്കപ്പെട്ടു. ഈ ഒരു ദൈവികാനുഭവത്തിലേക്ക് വന്നതിന് ശേഷം എത്ര വർഷം ശരിക്കും ബൈബിൾ വായിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ബൈബിൾ വായിച്ചു തുടങ്ങി 2010-ലാണ്. ഒരു അങ്ങനെ ആണെങ്കിൽ ഒരു 15 വർഷം. ഇതിന്റെ ഇടയ്ക്ക് പിന്നെ എപ്പോഴെങ്കിലും തിരിച്ച് ഒരു വേറെ ആ ഒരു ലൈഫിലോട്ട് പോകുന്നത്? അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അതാണ് കാരണം വെച്ചാൽ ശീലങ്ങൾ ചിലപ്പം വന്നു പോയിട്ടുണ്ട്, അതില്ലെന്ന് ഞാൻ പറയത്തില്ല. അതായത് കാരണം വെച്ചാൽ പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു ദൈവത്തോടുള്ള തീക്ഷ്ണത ഒരു പക്ഷേ കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പം എന്നെ ഒരു 1000 കഷ്ണമായിട്ട് മുറിച്ചിട്ടാലും ചിലപ്പം ഓരോ കഷ്ണം ചിലപ്പം ദൈവത്തിന് വേണേൽ സ്തുതി പാടും. അതിപ്പം ഞാനൊരു വൈകാരികമായിട്ട് പറയുന്നതല്ല, നല്ല ബാലൻസോട് കൂടെ തന്നെ പറയുന്നത്. എന്താണ് ഞാൻ പറയുന്നതെന്നും എന്താ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നെന്നുള്ളൊരു പൂർണ്ണ ബോധ്യത്തോട് തന്നെയാണ് പറയുന്നത്. ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിച്ചു പോകുന്നു. അങ്ങനെ പോകുന്ന ജോസഫ് മറ്റുള്ളവർക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? എന്നിലൂടെ ഒരു 3 പിഞ്ചു കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് അബോർഷൻ ചെയ്യപ്പെടാവുന്ന ഒരു 3 പിള്ളേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് എന്നെ ഹൃദയത്തിലേക്ക് ഇപ്പം എനിക്ക് എന്തെങ്കിലും തിരിഞ്ഞ് നോക്കി നന്മ പറയണമെന്നുണ്ടെങ്കിൽ ആ 3 പേര് ഒരാളുള്ളത് ഇപ്പോൾ സ്കോട്ട്ലൻഡിലാണ്. അയാളുടെ നടുക്കത്തെ പേര് എൻ്റെ പേരാണ്. ആ കൊച്ചിന് കറച്ചാൽ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. കാരണം വെച്ചാൽ അവരുടെ ഒരു അമ്മ ആ കൊച്ചിനെ അബോർട്ട് ചെയ്ത് കളയാൻ തീരുമാനം എടുത്തപ്പം ഞാൻ ആകസ്മികമായിട്ട് പള്ളി വെച്ച് പരിചയപ്പെട്ടാണ് ആ അമ്മയുടെ വല്യമ്മ. അങ്ങനെ എനിക്കൊരു പ്രാവശ്യം സംസാരിക്കാൻ ഇടയായി. ഭയങ്കര വാക്തർക്കങ്ങളായി. അപ്പോൾ ഞാൻ അന്നേരം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം എനിക്ക് തന്ന വചനമാണ് ലൂക്കാ 21:14-15. നീ എന്ത് സംസാരിക്കണോ നീ മുൻകൂട്ടി തീരുമാനിക്കേണ്ട. അതായത് ആർക്കും എതിർത്ത് നിന്നെ തോൽപ്പിക്കാനോ എതിർത്ത് നിൽക്കാൻ പറ്റാത്ത വാക്ചാതുര്യവും ജ്ഞാനം ഞാൻ നിനക്ക് തരും. ഞാൻ ബൈബിൾ തുറന്നപ്പോൾ ആ വചനം കിട്ടി. എന്നിട്ട് പോയി ഞാൻ അവിടെ ഇരുന്നു. ഒരു 1.5 മണിക്കൂർ പുള്ളിക്കാർ കുറേ തെറി വിളിച്ചു, അത് പറഞ്ഞു, ഇതെല്ലാം എന്നെ തെറി വിളിച്ചു. ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു, അബോർട്ട് ചെയ്യണ്ട, ആ കൊച്ചിനെ കീപ്പ് ചെയ്യണം. അവര് അബോർട്ട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ്? അങ്ങനെ പുള്ളിക്കാരി എന്ന് വെച്ചാൽ അതായത് കല്യാണം കഴിച്ചിട്ടില്ല, ഇപ്പോഴും കഴിച്ചിട്ടില്ല. സോ അങ്ങനെ ഒരു ഫാമിലിക്ക് ഒരു ചീത്തപ്പേര് വേണ്ട തീരുമാനത്തിലെത്തിയത്. അതെ. അപ്പം പിന്നെ സംസാരിച്ച് അവസാനം ഒരു 2-3 മണിക്കൂറോളം ഞാൻ സംസാരം നീണ്ടുപോയി. ആരോടെ സംസാരിക്കുന്നത്? ഈ പെൺകുട്ടിയോടാണ് അവരുടെ പേരൻസിനോട്? പെൺകുട്ടിയോട്.
പെൺകുട്ടിയോടാണ് സംസാരിക്കുന്നത്. ഈ പെൺകുട്ടിയാണ് നമ്മളെ വഴക്ക് പറയുന്നത്. ബൈബിൾ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് ഈ പറഞ്ഞ ലൂക്ക 21:14-15 എന്നാണ് എൻ്റെ വിശ്വാസം. ആ വചനം പറഞ്ഞത് നീ എന്ത് പറയണോ നീ മുൻകൂട്ടി തീരുമാനിക്കേണ്ട. അപ്പോൾ എനിക്കൊരു ധൈര്യമായി, ദൈവം നോക്കിക്കോളും, ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ പോയി അവിടെ നിന്ന് ഇരുന്ന് കൊടുത്തു. അവസാനം ആ കൊച്ചിനെ അബോർട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു 7-ാം മാസമായപ്പോൾ ആ കൊച്ചിന് അനക്കമില്ലാത്തൊരു അവസ്ഥ വന്നു, ഒരു 3 ദിവസം. അപ്പോൾ ഉണ്ടാകാത്ത കൊച്ചിൻ്റെ ഒരു പേരിട്ടിട്ട് കുർബാന ചൊല്ലിച്ചു. അങ്ങനെ ആ കൊച്ചിന് പിന്നെ അനക്കം ഉണ്ടായി. അപ്പോൾ അവൾക്ക് അവിടെ ജീവിതം രൂപാന്തരപ്പെട്ടു. ഇവള് വിശ്വാസത്തിലേക്ക് വന്നു. ഞാനൊരു ബൈബിൾ മേടിച്ചു കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്തു. അവൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഇപ്പം എന്നെക്കാളും പ്രാർത്ഥനയാണ് പുള്ളിക്കാരിക്ക്. ഇപ്പം നമ്മൾ ഡൗൺ ആകുമ്പോൾ പുള്ളിക്കാരി എന്നെ വിളിച്ച് നമ്മളെ ഉപദേശിക്കും. അങ്ങനെ ഒരു ആത്മീയമായിട്ട് എനിക്കൊരു പെങ്ങളെ കിട്ടി. അതൊരു കൊച്ചു, പിന്നെ 2 കൊച്ചെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു മേലധികാരിയായിട്ടിരുന്ന ഒരാൾ, അവർക്കൊരു 3ാമത്തെ കൊച്ചുണ്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിനൊരു ഹാർട്ടിൽ ഹോളുണ്ട്, അപ്പം അബോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും കൊച്ചിനെ അബോർട്ട് ചെയ്യല്ലേ, അതായത് നിനക്കങ്ങനെ പറയാം, എനിക്ക് ഭാര്യയും ഭാര്യ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഞാൻ എന്ത് പറയും, ദൈവം നോക്കിക്കോളൂ എന്ന് പറയാൻ പറഞ്ഞു. പിന്നെ 3ാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഒരു കസിൻ്റെ ലൈഫിലുണ്ടായൊരു ഇതാണ്. 3ാമത്തെ കൊച്ചുണ്ടായപ്പം ഹസ്ബൻഡ് പറഞ്ഞു അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എന്നെ വിളിച്ചപ്പോൾ ഒരിക്കലും ചെയ്യലെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഈ 3 കൊച്ചുങ്ങളുടെ ജീവിതങ്ങളിലും, അതായത് ഞാൻ അവരെ ആദ്യമായിട്ട് കണ്ട കാഴ്ച എൻ്റെ ജീവിതത്തിൽ മറക്കത്തില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് എന്നെ അതിനു മുമ്പ് കണ്ടിട്ടില്ല. ആ ഒരു കൊച്ച് ആരുടെ അടുത്തും പോകത്തില്ല. എന്നെ കണ്ട ഉടനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരു മണിക്കൂറോളം എൻ്റെ കൂടെ ഇരുന്നു. അപ്പം എനിക്കതൊരു കാര്യം മനസ്സിലായി, ഇത് കെട്ടുകഥയല്ല. ദൈവത്തെ കണ്ടിട്ടുണ്ടോയെന്ന് വെച്ചാൽ അല്ല, അനുഭവം ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ഇതിനും ശരിക്കും പറഞ്ഞാൽ ജോസഫ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഞാനും ഈ വളരെ അതിശയോക്തിയോടുകൂടിയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തൊക്കെയോ ചോദിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ ഈ കഥ ജോസഫിൻ്റെ ആ ഒരു സ്റ്റോറിയുടെ പുറകെ കേട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേക്കകത്ത് ജീവിച്ച ആൾക്കത് ഒരിക്കലും കഥയല്ല. അതെ. അപ്പം ഇത് ശരിക്കും കഥയല്ല, ഇത് ജീവിതമാണ്. ഈ 3 കുഞ്ഞുങ്ങൾ അതിലൂടെ എനിക്ക് കിട്ടിയ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഉറപ്പുണ്ട്, അത് അപാരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 15 വർഷക്കാലം ഞാൻ ഇങ്ങനെ നിന്നു. ഇനി എനിക്ക് ആയുസ് എത്ര ഉണ്ടെങ്കിലും അതുവരെ ഞാൻ ഇങ്ങനെ നിൽക്കുമെന്ന് പറയുന്നതിനകത്ത് അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിച്ച് ഞാൻ പിന്നെ മനുഷ്യനല്ല, ഞാൻ പിന്നെ മൃഗമാകേണ്ടി. എന്നിൽ എന്തെങ്കിലും ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു നന്മയുണ്ടെങ്കിൽ, തിന്മയുണ്ട്, ഞാൻ മാറ്റേണ്ട കുറേ മേഖലകളുണ്ട്, അല്ലേ അത് ഓൺഗോയിങ് പ്രോസസ്സാണ്. മനുഷ്യനാണല്ലോ, ആത്യന്തികമായിട്ട് മനുഷ്യനാണ്. ഇപ്പം വീഴുന്നത് മാനസികമാണ്, അതിൽ നിന്നും മാറുന്നതാണ് ദൈവികം. അതുകൊണ്ടാണ് എന്നും വീഴുമ്പം ആൾക്കാരുടെ ഫ്രണ്ടിൽ വന്ന് നമ്മൾ മുട്ടുമുടക്കും. നേരത്തെ ജോസഫിന്റെ ജീവിതത്തിൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞു തരാൻ ഉണ്ടായില്ല എന്ന് ജോസഫ് സൂചിപ്പിച്ചില്ലേ? അതെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്കൊരു വീഴ്ച, അല്ലെങ്കിൽ നമ്മളൊരു തകർന്ന അവസ്ഥയിലാവുമ്പോൾ നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് അറിവുള്ള ആൾക്കാർ, ഇപ്പോൾ ജോസഫ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതുപോലെ ഒരുപാട് അറിവൊക്കെ ഉള്ള ആൾക്കാരാണ് നമുക്ക് വചനങ്ങളെ ബേസ് ചെയ്ത് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ നേർവഴിക്ക് നടത്തും. അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നു, ജോസഫിനെ വിളിക്കാം. എന്തുകൊണ്ട് ജോസഫിനെ വിളിക്കാം എന്ന് തോന്നിയത് എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഞാൻ അതിന് പക്ഷേ എന്നോട് ഒരു പള്ളിയിൽ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞത് ഞാൻ ഒരു ദിവസം ഒരു 5ഉം 10ഉം ചിലപ്പോൾ 20-25 കൊന്ത ചൊല്ലിയ ദിവസങ്ങളുണ്ട് ഒരു ദിവസം. അതായത് ഞാൻ എപ്പോഴും നടന്നു പോകുന്ന ആളാണ്. ഇപ്പം ഞാനിപ്പോൾ ആണെങ്കിലും ഇന്നലെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ട്രൂഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എപ്പോഴും കൊന്ത ചൊല്ലും? എല്ലാ ദിവസവും ഇപ്പോഴും പോകുന്ന വഴിക്കെല്ലാം ചൊന്തിക്കൊണ്ട് പോകും. അപ്പം ഞാൻ ചിലപ്പം ഈ ദേവാലയത്തിൽ, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ദേവാലയത്തിൽ ഞാനൊരു 2000-ൽ പകരം വായനകൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഇവിടെ കുർബാനയ്ക്ക്. ആ 2010 ഇവിടെ 3 വർഷത്തിൽ ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട്, 2000 പരമായിട്ടുണ്ട്. അവർ ലേഡി ഓഫ് ജില്ലിംഗാം കാത്തലിക് ചർച്ചാണ്. ഈ ദേവാലയവും ഇതിൻ്റെ ബലിപീഠവും ഭയങ്കര തീർത്തും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മൾ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ നടന്നു എന്ന് ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരനുഭവം അല്ല ചേട്ടാ, ഒത്തിരി ഉണ്ട്. ഒന്ന് പറയണമെങ്കിൽ ഒരെണ്ണം വേണേൽ ഞാൻ പറയാം. ഒരു പ്രാവശ്യം എനിക്കൊരു എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ഞാനൊരു കേസിൽ പെട്ടുപോയായിരുന്നു. അപ്പോൾ ഒരിക്കലും എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അത് വേണം ഞാൻ ഇവിടെയല്ല, നാട്ടിൽ തിരിച്ച് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതായത് ഒരു 70 വർഷമായിട്ട് ഇല്ലാത്ത വഴി ഞാൻ വെട്ടിയായിരുന്നു. ഞാൻ വെട്ടിയെന്ന് പറയുമ്പം കുടുംബക്കാരെ തന്നെയാണ്. അപ്പം ഒരിക്കലും ഒരു സഹകരണമില്ല. വഴി വെട്ടാന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്കുള്ള വഴിയാണോ? നമ്മൾ അതായത് പണ്ട് നമ്മുടെ അപ്പച്ചന്മാർ വിറ്റ സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തിന്റെ അവിടം വരെ ഒരു താറിട്ട വഴി വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു 9 കുടുംബക്കാരാണ്. എല്ലാം നമ്മുടെ അപ്പച്ചന്റെ ചേട്ടാനി മക്കളാണ്. അന്യക്കാരില്ല, ആരും വിട്ടുകൊടുക്കില്ല. അതായത് ആരും വിട്ടുകൊടുക്കില്ല.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ സെമിനാരി കുർബാനയ്ക്ക് പോകും. അന്നാമ്മളുടെ അടുത്ത് ഈ വഴിക്ക് തളിക്കും. എന്നിട്ട് ഞാൻ പോയി എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കും, വരും, വെട്ടാൻ തുടങ്ങും. അപ്പോൾ ആദ്യം വഴി തൊട്ടുന്ന അവിടെ നിന്നല്ല തുടങ്ങുന്നത്. ഞാൻ ഇപ്പുറത്തെ വീട്ടിലെ മതിൽ പൊളിച്ചാണോ തുടങ്ങി. എൻ്റെ പപ്പയുടെ ഏറ്റവും ഇളയ അനിയൻ്റെ 2 പിള്ളേരുണ്ട്. അമ്മ 2 പേരും കട്ടയ്ക്ക് ഇരുന്നു. ഈ ഞങ്ങളുടെ വീട്ടിലെ മതിൽ പൊളിച്ച് ഞങ്ങൾ തുടങ്ങി. അങ്ങനെ വെട്ടി ഇന്ന് 12 അടി വീതിയുള്ള വഴിയായി. അതിൻ്റെ പേര് കേസ് വന്നായിരുന്നു. കള്ളക്കേസാണ്, എങ്കിലും അതിനകത്ത് പെട്ടു. അപ്പോൾ ഞാൻ ഓർത്ത് തീർന്നെന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും എന്നെ ബാധിച്ചില്ല. ദൈവം ഇറക്കി. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും, ഇത് ഞാനൊരു ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് വലിയ കാര്യമാണ്. ആത്മീയമായിട്ടും എനിക്ക്, അതായത് ദൈവത്തിൻ്റെ കൂടെ അടിയുറച്ച് നിന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിത്. 70 വർഷമായിട്ട് വഴി അവിടെ ഉണ്ടായെങ്കിൽ അത് ദൈവം തന്നതാണ്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. കാരണം വെച്ചാൽ അതിനുവേണ്ടി ഞാൻ കൂടിയ കുർബാനകൾക്ക് കണക്കില്ല, ചൊല്ലിയ പ്രാർത്ഥനകൾക്ക് കണക്കില്ല. അപ്പം പ്രാർത്ഥിക്കുന്നതിൻ്റെ പുറകിലും അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കിനും ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ ഫലമുണ്ട്. അല്ലാതെ നമ്മൾ മാനസികമായിട്ട് പറയുന്ന വ്യായാമങ്ങൾക്ക് ചിലപ്പം നമുക്ക് അതിന് എക്സോസ്റ്റഡ് ആയിപ്പോകും. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യണത് ജോസഫ്? ഇപ്പം ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞത് സ്വന്തമായിട്ട് ലാൻഡ്സ്കേപ്പിങ്ങും പരിപാടികളും, അത് നമ്മുടെ ഒരു പാഷനാണ്. അപ്പം അതും വെല്ലമ്മച്ചിൽ നിന്ന് കിട്ടിയതാണ്. ഗാർഡനിങ്ങും മരം വെട്ടും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ പരിപാടിയും ചെയ്യും. ഇന്നത് ചെയ്യുന്നില്ലെന്നില്ല, എല്ലാം ചെയ്യും. ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാൻ ഇപ്പം എനിക്ക് മേടിച്ചോ? ഇല്ല, ദൈവം വെച്ച് ഈ വർഷം മേടിക്കണമെന്നാണ് ആഗ്രഹം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. 38 വയസ്സുള്ള ജോസഫിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ചാണ് ജോസഫ് വലിയ ഒരുപാട് സ്റ്റോറി ഉണ്ട്. കുറച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പറയാൻ ഒരുപാടുണ്ട്. ജോസഫ്, ഇതേ ഏജിലുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റിലുണ്ട്. നമ്മുടെ സഹോദരങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. എല്ലാം ഭൗതികമായിരിക്കാം, പക്ഷേ ദൈവമായ അവസ്ഥയെ കണ്ടുമുട്ടാൻ ഒരു അകക്കണ്ണ് തുറന്ന് കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. വേറെ ഒന്നും വേണ്ട ജീവിതത്തിൽ, വേറെ ഒന്നും വേണ്ട. എന്നെ കേൾക്കുന്ന, അതായത് ഇനി കേൾക്കാൻ സാധ്യതയുള്ള ഈ എൻ്റെ ചേട്ടന്മാരായിരിക്കാം, ചേച്ചിമാരായിരിക്കാം, അമ്മച്ചിമാരായിരിക്കാം, അമ്മമാരോ ആരും ആയിക്കോട്ടെ, എനിക്ക് ഒന്നേ ഉള്ളൂ. ആ അപ്പൻ്റെ സ്നേഹം ഒന്ന് രുചിച്ചറിയാനുള്ളൊരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ. അതായത് ഞാൻ അനുഭവിച്ചറിഞ്ഞ സ്നേഹം നിങ്ങളും അനുഭവിക്കണം. കാരണം വെച്ചാൽ അത് അനുഭവിച്ചറിഞ്ഞാലേ കിട്ടത്തുള്ളൂ. അതായത് നമുക്ക് അതിന് എൻ്റെ ഒരു വ്യക്തിപരമായ സ്വന്തമായിട്ട്, അതായത് അപ്പൻ്റെ തന്നെ കിട്ടണം. കിട്ടാനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് ബൈബിൾ വായന, കൊന്ത, അല്ലേ? എളിമപ്പെടാൻ പഠിക്കും. എളിമപ്പെടാൻ അമ്മ നമ്മളറിയാതെ നമ്മളെ ഒരുക്കും. അതായത് എളിമയില്ലാത്തതാണ് ഈ ലോകത്തിന്റെ യുവജനങ്ങളുടെ പ്രത്യേകിച്ച് അത് എന്റെ പ്രശ്നമാണ്. എളിമയില്ലാത്തതാണ് എന്റെയും പ്രശ്നം. അല്ല, മൊത്തത്തില് എല്ലാവരും ആരൊക്കെ അഹങ്കരിക്കുന്നുണ്ടോ, ആരൊക്കെ ഞാനാണെന്നുള്ള ഒരു ഭാവത്തോടു കൂടി നിൽക്കുന്നുണ്ട്. എന്റെ മെയിൻ കാരണം എളിമയില്ലാത്തതാണ്. ഞാനാണ് ചെയ്തത്, ഞാനില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. എളിമയെന്ന വലിയൊരു പുണ്യമുണ്ടെങ്കിൽ തന്നെ അതിപ്പം ഞാൻ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഇത്ര ഉള്ളു ചേട്ടാ, ഞാനില്ല, ഞാൻ അങ്ങ് മാറ്റി. അതാ ആ സ്ഥാനത്ത്, എൻ്റെ സ്ഥാനത്തെ കഴുത വെച്ചേക്കുന്നത്. ദൈവത്തിന്റെ കഴുത, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനായിട്ട് ജീവിച്ചപ്പോഴാണ് ഈ നഷ്ടക്കണക്കുണ്ടായത്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഞാൻ മാറ്റിക്കളഞ്ഞു. അവിടെ ഞാൻ എവിടെ കഴുതയാകി തുടങ്ങിയോ, ഞാൻ എങ്ങനെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തില്ലോ എന്ന് എനിക്കറിയില്ല. അപ്പം ഈ കുഞ്ഞു ജീവിതത്തിൽ ചിലപ്പം തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടാകാം. ചിലപ്പോൾ ഞാൻ വിഷമിച്ച കുറേ ജീവിതങ്ങൾ കാണുമായിരിക്കാം. അവരോടെല്ലാം എനിക്ക് ഒരു അവസരം കൂടെ തരണം. അതായത് നിങ്ങളുടെ കാല് പിടിക്കാനും എളുപ്പപ്പെടാനും. അപ്പം ഞാൻ കാല് പിടിക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. അതായത് 2018 എഡിൻബർഗിൽ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഒത്തിരി വലിയ സമൂഹം, അത് ഒരു കത്തീഡ്രൽ പള്ളിയാണ്. അവിടുത്തെ ബിഷപ്പ് ലിയോ, ഇന്നത്തെ മാർപ്പാപ്പയുടെ പേരും ലിയോ എന്നാണ്. ലിയോ കാല് കഴുകിയ ഒരു പാപിയാണ് ഞാൻ. അന്ന് കാല് കഴിയപ്പം ഞാൻ എൻ്റെ ആത്മീയമായിട്ട് ഞാൻ പറയണമെങ്കിൽ ഞാൻ ഇതുവരെ ആരോടും പറയാത്ത കാര്യമാണ്, എൻ്റെ വൈഫിനോട് പോലും പറയാത്ത കാര്യമാണ്. അന്ന് ഞാൻ ആ ബിഷപ്പ് കാല് കഴിയപ്പം ബിഷപ്പിനെ കാണാൻ പറ്റില്ല, ഈശോയെ കണ്ട്. അന്ന് എൻ്റെ ചങ്കൊന്ന് ഉടക്കിയായിരുന്നു, പെടഞ്ഞ്. ആ പെടച്ചിൽ കഴിഞ്ഞിട്ട് 7 വർഷത്തിന് ശേഷം ഈ വർഷം മൗണ്ടി തേഴ്സ്റ്റേക്ക് ഇവിടുത്തെ അച്ഛൻ കാല് കഴുകിയത് എൻ്റെ കാല. അപ്പം ഞാൻ നല്ലൊരു പോരാളിയാണ്. ആ ഫ്യൂവല് ഇന്ധനം ഇതാണ്. അല്ല പിന്നെ നമ്മൾ വണ്ടി റിസർവ് ആയി പോകും.
അപ്പം തീരുമ്പോ നമ്മള് തീരുമ്പം അതുകൊണ്ടാണ് ഇത് എപ്പോഴും കൊണ്ട് നടക്കുന്നത്. മാർവലാഗ് കാണുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, സക്രാരിയിൽ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ വെച്ച് ഈ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ജോസഫ് നമ്മുടെ തിരുകുടുംബ പരിപാലകനായ വിശുദ്ധ യോസഫ് പിതാവിൻ്റെ നാമം പേറുന്ന ജോസഫിനെ എന്നെ പരിചയപ്പെടുത്തിയത് മറ്റൊരു ജോസഫും കൂടിയാണ്. വേറൊരു സുഹൃത്ത് ജോസഫാണ്. ഇതിൻ്റെ ഇടയിൽ ജോസഫിൻ്റെ ജീവിതത്തിന് വഴിത്തിരിവായത് ജോസഫ് എന്ന പേരുള്ള ഒരു അച്ഛൻ, ഒരു കൊന്തയും ബൈബിളുമൊക്കെയാണ്. അപ്പോൾ വിശുദ്ധ യോസഫ് പിതാവ് ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ജോസഫിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. ജോസഫ് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ജോസഫിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ ജോസഫിൻ്റെ ആ ലൈഫിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു ഈ നിമിഷങ്ങളിൽ. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലേക്കാണ് ഞാൻ അതൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ജോസഫിനോട് എടുത്ത് ചോദിച്ചായിരുന്നു 3 കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് അവർ എങ്ങനെ ജോസഫിനെ കോൺടാക്ട് ചെയ്തത്. ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഉപകരണമാക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ ആത്മാവ് സ്വർഗമറിയാതെ നമുക്ക് വചനം വായിക്കാൻ പറ്റത്തില്ല എന്നും ഉറക്കെ വിശ്വസിക്കുന്ന. വായിച്ചാൽ പോലും വായിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ, പ്രവാചകൻ ചോദിക്കുമ്പോഴേ, ഇത് വ്യാഖ്യാനിച്ച് തരാതെ അങ്ങനെ മനസ്സിലാവും. എനിക്ക് വായിക്കാം, അത് ചിലപ്പോൾ ഒരു അധരവ്യായമായിരിക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് ആ വെളിപ്പെടുത്തി തരാതെ മനസ്സിലാവും. പക്ഷെ വേറൊരു കാര്യമുണ്ട് ജോസഫ്, ചിലപ്പോൾ മാർപ്പാപ്പയ്ക്ക് വായിച്ചാൽ ചിലപ്പോൾ ഇതിലകത്തെ പല വാചനങ്ങളും കൃത്യമായിട്ടുള്ള വ്യാഖ്യാനം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ കാണുന്ന എളിയവർ ആരെയും നമ്മൾ ചെറുതായിട്ട് കാണരുത്. തീർച്ചയായിട്ടും ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരു കൊച്ചു കുട്ടിക്കായിരിക്കും ഒരു വചനത്തിന്റെ വ്യാഖ്യാനം ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരെയും കാണാനും കേൾക്കാനുമുള്ള ഒരു വലിയ എളിമപ്പെട്ടുകൊണ്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സ്വർഗം അറിയാതെ, സ്വർഗം അനുവദിക്കാതെ, ആത്മാവ് നൽകാതെ ബൈബിൾ വായിക്കുവാനോ മനസ്സിലാക്കുവാനോ ഒരു വ്യക്തിക്കും ഈ ലോകത്ത് സാധ്യമല്ല. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്വർഗത്തോട് പ്രാർത്ഥിക്കാൻ വേണം, ആത്മാവിനാൽ നിറയാൻ, ജ്ഞാനത്താൽ നിറയാൻ. അപ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിൽ നടന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ. ബൈബിൾ വായിക്കുവാനും കൊന്ത ചെല്ലുവാനും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് അനുഗ്രഹങ്ങൾ. സക്രാരിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു യാദൃച്ഛികമായിട്ട് നടന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ഒരിക്കലും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, നേരത്തെ തീരുമാനിച്ചില്ല. ഞാൻ ഇന്നലെയല്ലേ ജോസഫ് നമ്മൾ കണ്ടു. ഞാൻ കടയിൽ പോയപ്പോഴാണ് ജോസഫിനെ ജസ്റ്റ് ഒന്ന് പേര് ചോദിച്ചു. അപ്പോഴേക്കും വേറൊരു സുഹൃത്താണ് എന്നെ അവന് പറയും ജോസഫ് എന്ന് പറഞ്ഞാൽ അവന് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഔസപിതാവിന്റെ അതാ ഞാനിങ്ങനെ അങ്ങനെ ഈ നീ ഇങ്ങനെ നിന്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോയിപ്പോൾ ഞാൻ പല സ്ഥലത്തും ഒരു ജോസഫും കൂടി ഇപ്പൊ നീ പറഞ്ഞു, നിന്റെ ബ്രദർ അനിയനെ പോലെ അതും ജോസഫാണെന്നുള്ള രീതിയിൽ നീ പറഞ്ഞു. അപ്പം ഒരു ജോസഫ് എന്നുള്ള ഔസപിതാവിന്റെ പ്രവർത്തനം ശരിക്കും അത് അനുഗ്രഹം ഉണ്ടെന്ന് പറയാൻ കാരണം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഈ ജോസഫ് ഇനി നമ്മുടെ സുഹൃത്തായിരിക്കും, എന്നും മാർവലാഗിൻ്റെ കൂടെ ആയിരിക്കും. അപ്പം ജോസഫിൻ്റെ ഈ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിക്കട്ടെ. ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പോൾ ജോസഫ് ഇത്ര നേരം നമ്മുടെ ഈ ചാനലിനോട് സഹകരിച്ച് ഈ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചതിനൊക്കെ ഒത്തിരി നന്ദി. പ്രിയപ്പെട്ടവരെ, ജോസഫിന്റെ ജീവിത സാക്ഷ്യം ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രചോദനത്തിന് കാരണമാകുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. ഇതുപോലെ മടികൂടാതെ ദൈവത്തിന് സാക്ഷ്യം നൽകുന്ന മറ്റൊരു ജീവിതവുമായി വരുന്നവരെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. ദിസ് ഈസ് ഷാജു ഫ്രം UK.